ഹലോ എവറിബഡി, വെൽക്കം ടു ഡോട്ട്സ് അക്കാഡമി. നമ്മൾ ഈ സെഷനിൽ ആസ് യൂഷ്വൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10 ചോദ്യങ്ങളാണ്. കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആണ്. ഈ 10 ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന 10 ചോദ്യങ്ങളും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. അപ്പം നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം എന്താണ്? Name the new generative artificial intelligence introduced by OpenAI which can convert text prompts into videos. എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് പ്രോംപ്റ്റിൽ നിന്നും ജസ്റ്റ് ടെക്സ്റ്റ് പ്രോംപ്റ്റ് മതി വീഡിയോയിലേക്ക് മാറുന്ന ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് പുതിയൊരു ജനറേറ്റീവ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് OpenAI. സോ അതെന്താണ്, അതിൻ്റെ പേരെന്താണെന്നാണ് ചോദ്യം. അതിൻ്റെ പേര് വരുന്നത് സോറ എന്ന് പറയുന്ന പുതിയ ഒരു ജനറേറ്റീവ് AI ടെക്സ്റ്റ് പ്രോംപ്റ്റ് കിട്ടിയാൽ വീഡിയോ ആക്കി മാറ്റിക്കൊള്ളും. Next, which tiger reserve in West Bengal has recently spotted a resident tiger after 40 years? 40 വർഷത്തിന് ശേഷം ഒരു റെസിഡൻറ്റ് ടൈഗറിനെ സ്പോട്ട് ചെയ്ത് വെസ്റ്റ് ബംഗാളിലെ ടൈഗർ റിസർവ് ഏതാണെന്നാണ്. വെസ്റ്റ് ബംഗാളിലെ ടൈഗർ റിസർവ് എന്ന് എടുത്ത് ചോദിച്ചതുകൊണ്ട് തന്നെ നമുക്ക് ഉത്തരം വളരെ പെട്ടെന്ന് തന്നെ കിട്ടും. എന്താണ്? ബക്സ ടൈഗർ റിസർവ് ആണ്. ഇതൊരു നാഷണൽ പാർക്കും കൂടിയാണ്. ബക്സ ടൈഗർ റിസർവ് എന്ന് പറയുന്നത് ഒരു നാഷണൽ പാർക്കും കൂടിയാണ്. സോ ചോദ്യം നാഷണൽ പാർക്ക് ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടായേനെ. ടൈഗർ റിസർവ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉത്തരം പറയാൻ പറ്റി. സോ നാഷണൽ പാർക്ക് ആണെങ്കിലും ബക്സ തന്നെയാണ് വരുന്നത്. സോ ബക്സയിലാണ് 40 വർഷത്തിന് ശേഷം ഒരു റെസിഡൻറ്റ് ടൈഗറിനെ സ്പോട്ട് ചെയ്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് സ്റ്റേറ്റ് ഹാഡ് അനൗൺസ്ഡ് ദ സർവേ ഓഫ് ലാൻഡ് വിതിൻ 4 റിവറൈൻ ഏരിയാസ് അണ്ടർ മിഷൻ ബസുന്ധര 4.0. സോ മിഷൻ ബസുന്ധര എന്ന് പറയുന്നത് ഏത് സ്റ്റേറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഉത്തരം അറിയാൻ പറ്റും. സോ മിഷൻ ബസുന്ധര ഈസ് റിലേറ്റഡ് ടു വിച്ച് സ്റ്റേറ്റ്? എന്തുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണെന്നും കൂടി ഓർക്കുക. സർവേ ഓഫ് ലാൻഡ് ആണ്. ഏത് ലാൻഡാണ്? റിവറൈൻ ലാൻഡാണ്. റിവറൈൻ ലാൻഡ് എന്ന് പറയുന്നത്, റിവർ ഉണ്ടാക്കുന്ന ലാൻഡ് എന്ന് പറയുന്നത് റിവറൈൻ ഐലൻഡ് ആണ്. സോ മജൂളി പോലുള്ള റിവറൈൻ ഐലൻഡാണ്. സോ മജൂളി പറയുമ്പോൾ തന്നെ നമുക്ക് ഉത്തരം അറിയാം ഏതായിരിക്കും വരുന്നത്. ആസാം. സോ മിഷൻ ബസുന്ധര ഈസ് റിലേറ്റഡ് ടു ദ സ്റ്റേറ്റ് ഓഫ് ആസാം. എന്താണ് അതിൻ്റെ പ്രത്യേകത? റിവറൈൻ ഏരിയാസ്, അതായത് ഐലൻഡ് ദാറ്റ് ഇസ് ഫോംഡ് ബൈ ദ റിവർ ബ്രഹ്മപുത്ര ആർ ലോക്കലി നോൺ ആസ് ചാർ ഓർ ചപ്പോരി. അപ്പോൾ അതിനെ ചപ്പോരി എന്നോ ചാർ എന്നോ ആണ് അവിടുത്തെ കാര്യം പറയുന്നത്, ലോക്കലി പറയുന്നത്. സോ ആ റിവറൈൻ ഐലൻഡിൻ്റെ ഒരു സർവേ ആണ് ബസുന്ധര കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് 4.0 ആണ്. സോ ദാറ്റ് മീൻസ് 1.0 2.0 ഒക്കെ നടന്നിട്ടുണ്ട്. സോ 1.0 വാസ് ഇൻ 21, 2.0 ഇൻ 22 ആൻഡ് 3.0 ഇൻ 23 ആൻഡ് 4.0 നടക്കുന്നത് 2024ലാണ്. നാലാമത്തെ ചോദ്യം, വിച്ച് സ്റ്റേറ്റ് ഹാഡ് ബാൻഡ് ദ സെയിൽ ഓഫ് കോട്ടൺ ക്യാൻഡി? പഞ്ഞുമിഠായി അല്ലേ, പഞ്ഞിമിഠായി നമ്മൾ ഡ്യൂ ടു ദി പ്രസൻസ് ഓഫ് ക്യാൻസർ കോസിങ് കെമിക്കൽ റോഡമൈൻ ബി. സോ റോഡമൈൻ ബിയുടെ പ്രസൻസ് കാരണം കോട്ടൺ ക്യാൻഡി, പഞ്ഞിമിഠായി ഒരു പ്രത്യേക സ്റ്റേറ്റിൽ ബാൻ ചെയ്തിട്ടുണ്ട്. എവിടെയാണെന്നാണ് ചോദ്യം. ഉത്തരം എവിടെയാണ്? തമിഴ്നാട്. ഇത് മറ്റ് സ്റ്റേറ്റുകളിൽ ഇതിങ്ങനെ തന്നെയാണ് വിൽക്കുന്നത്. അതായത് ആ റോസ് കളറിൻ്റെ പഞ്ഞിമിഠായി, റോസ് കളർ, ആ കളറാണ് റോഡമൈൻ ബി എന്ന് പറയുന്ന കെമിക്കൽ വരുന്നത്. അപ്പം പക്ഷേ സ്റ്റേറ്റ് ബാൻ ചെയ്തത് തമിഴ്നാട് മാത്രമാണ്. മറ്റ് ചില സ്റ്റേറ്റ്സ് ഇത് ബാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. സോ റോഡമൈൻ ബി എന്ന് പറയുന്നത് ദാറ്റ്സ് എ കെമിക്കൽ സബ്സ്റ്റൻസ്. ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എൻ ആർട്ടിഫിഷ്യൽ കളറിംഗ് ഇൻഗ്രീഡിയൻറ്റ്. ആ സ്വീറ്റ് ഐറ്റം പഞ്ഞിമിഠായിക്ക് കളറിംഗ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ടാണ് ഈ റോഡമൈൻ ബി ഉപയോഗിക്കുന്നത്. ആൻഡ് ഈ റോഡമൈൻ ബി എന്ന് പറയുന്നത് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ലെതർ കളറിങ്ങിനും അതേപോലെ തന്നെ പേപ്പർ പ്രിൻറ്റിങ്ങിനുമാണ്. ഇതൊരു ഫുഡ് കളർ അല്ല. ഇറ്റ് കനോട്ട് ബി യൂസ്ഡ് ഫോർ ഫുഡ് കളറിംഗ് ആൻഡ് ഹാസ് ഇമ്മീഡിയറ്റ് ആൻഡ് ലോങ് ടേം ഹെൽത്ത് ഹസാർഡ്സ് എന്നുള്ളതാണ്. ഇമ്മീഡിയറ്റ് ഹെൽത്ത് ഹസാർഡും ഉണ്ട്, അതേപോലെ തന്നെ ലോങ് ടേം ഹെൽത്ത് ഹസാർഡും ഉണ്ട് ഈ റോഡമൈൻ ബി എന്ന് പറയുന്ന കെമിക്കൽ സബ്സ്റ്റൻസിന്. ഇതൊരു കാരണവശാലും ഭക്ഷണപദാർത്ഥത്തിൽ കളറിംഗ് ഏജൻറ്റായിട്ട് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. നെക്സ്റ്റ് വൺ, ഫിഫ്ത്ത് വൺ, ഹൂ ഹാസ് പെൻഡ് ഡൗൺ എൻ ഓട്ടോബയോഗ്രഫി ടൈറ്റിൽ ബിഫോർ മെമ്മറി ഫെയ്ഡ്സ്? സോ ബിഫോർ മെമ്മറി ഫെയ്ഡ്സ് എന്നുള്ളത് റീസെൻ്റ്ലി എക്സ്പയർ ആയിട്ടുള്ള മരിച്ചുപോയ ഒരാളുടെ ഒരു ഓട്ടോബയോഗ്രഫിയാണ്. ആരുടെ ഓട്ടോബയോഗ്രഫിയാണെന്നാണ് ചോദ്യം. ആരുടെ ഓട്ടോബയോഗ്രഫിയാണ്? ഫാലി എസ് നരിമാൻ എന്ന് പറയുന്ന ഫേമസ് ജൂറിസ്റ്റിൻ്റെ ഓട്ടോബയോഗ്രഫിയാണ് ബിഫോർ മെമ്മറി ഫെയ്ഡ്സ്. ഇദ്ദേഹം മുമ്പ് അഡീഷണൽ സോളിസിറ്റർ ജനറൽ ആയിരുന്നു. മെയ് 1972 ടു 1975, 72 മുതൽ 75 വരെ സോളിസിറ്റർ ജനറൽ ആയിരുന്നു. ഈ റിസൈൻഡ് ഡേ ആഫ്റ്റർ ദി എമർജൻസി വാസ് ഇമ്പോസ്ഡ് ഓൺ ജൂൺ 26, 1975. എമർജൻസി പ്രഖ്യാപിച്ചതിന് പിറ്റേ ദിവസം പുള്ളിക്കാരൻ രാജിവെച്ചു. ഇദ്ദേഹത്തിന് പത്മഭൂഷൺ 1991 പത്മഭൂഷൺ കിട്ടിയതാണ്. 2007 പത്മവിഭൂഷൺ കിട്ടിയതാണ്. ഇത് മാത്രമല്ല, ഇദ്ദേഹം ഒരു ഫോമർ രാജ്യസഭാ മെമ്പറും കൂടിയായിരുന്നു, ഫാലി എസ് നരിമാൻ. അടുത്തത്, നെയിം ദ നേവൽ മിഷൻ ലോഞ്ച്ഡ് ബൈ ദ യൂറോപ്യൻ യൂണിയൻ ടു പ്രൊട്ടക്ട് ഷിപ്പിംഗ് ഇൻ ദ റെഡ് സീ ഫ്രം അറ്റാക്സ് ബൈ യമൻസ് ഹൂതി റിബൽസ്. ക്വസ്റ്റ്യനിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നേവൽ മിഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നേവൽ മിഷൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്
യൂറോപ്യൻ യൂണിയനിലെ ഷിപ്സിനെ, കാർഗോ ഷിപ്സിനെ എവിടെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ്? റെഡ് സീയിൽ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ്. എന്തിനാണ്? അഗെയിൻസ്റ്റ് ഹൂം? ഫ്രം ദി അറ്റാക്സ് ബൈ യമൻസ് ഹൂതി റിബൽസ്. സോ യമനിലെ ഹൂതി റിബൽസിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡ് സീയിൽ ലോഞ്ച് ചെയ്തൊരു നേവൽ മിഷൻ ഉണ്ട്. ആരാണ് ലോഞ്ച് ചെയ്തത്? യൂറോപ്യൻ യൂണിയൻ. അതിൻ്റെ പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ പേരാണ് മിഷൻ ആസ്പിഡീസ്. മിഷൻ ആസ്പിഡീസ് എന്നാണ് ഇതിൻ്റെ പേര്. ആരാണ് ലോഞ്ച് ചെയ്തത്? യൂറോപ്യൻ യൂണിയൻ. എവിടെയാണ്? റെഡ് സീയിൽ, അഗെയിൻസ്റ്റ് യമൻസ് ഹൂതി റിബൽസ്, ആൻഡ് ഇറ്റ്സ് എ നേവൽ മിഷൻ. 7th question. Name the initiative launched by Reliance Industries and Reliance Foundation for the rescue, treatment, care and rehabilitation of animals in need. So ആനിമൽസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റിലയൻസ് ഇൻഡസ്ട്രീസ് ആൻഡ് റിലയൻസ് ഫൗണ്ടേഷൻ കൊണ്ടുവന്ന ഇനീഷ്യേറ്റീവിൻ്റെ പേരെന്താണ്? ഇനീഷ്യേറ്റീവിൽ തന്നെ ഫോറസ്റ്റിൻ്റെ വൻതാര എന്നാണ് ആ ഒരു ഇനീഷ്യേറ്റീവിൻ്റെ പേര്. 8ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വിച്ച് സ്റ്റേറ്റ് ഇസ് ഗോയിങ് ടു സെറ്റ് അപ്പ് ദ ഫസ്റ്റ് ടേർട്ടിൽ കൺസർവേഷൻ റിസർവ്? ആദ്യമായിട്ടൊരു ടേർട്ടിൽ കൺസർവേഷൻ റിസർവ് വരാൻ പോകുന്നത് ഏത് സ്റ്റേറ്റിലാണ്? ഉത്തർപ്രദേശ്. എവിടെയാണ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പോകുന്നത്? എക്സാക്ട്ലി പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഓൺ ദ ബാങ്ക്സ് ഓഫ് ദി സർജു റിവറിൻ്റെ ബാങ്ക്സിലാണ്. സർജു റിവറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ട്രിബ്യൂട്ടറി ഓഫ് ദി ഘാഗ്ര റിവർ. ആൻഡ് ഇത് വരുന്നത് ഗോണ്ട ഡിസ്ട്രിക്റ്റിലാണ്, ഉത്തർപ്രദേശിലെ ഗോണ്ട ഡിസ്ട്രിക്റ്റിലാണ്. ഇത് പ്രത്യേകം ഗോണ്ട ഡിസ്ട്രിക്റ്റിൽ വരാനുള്ള റീസണും കൂടി പറയുന്നുണ്ട്. ബിക്കോസ് ഗോണ്ട ഡിസ്ട്രിക്റ്റ് ഈസ് നോൺ ഫോർ ഇറ്റ്സ് ടേർട്ടിൽ ഡൈവേഴ്സിറ്റി. ഒരുപാട് തരത്തിലുള്ള ടേർട്ടിൽസ് അവിടെ അവൈലബിൾ ആണ്. സോ ദാറ്റ് മേക്സ് ഇറ്റ് ആൻ ഐഡിയൽ ലൊക്കേഷൻ ഫോർ സച്ച് എ കൺസർവേഷൻ എഫേർട്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു ഐഡിയൽ ലൊക്കേഷനാണ് കൺസർവേഷന്. ലാസ്റ്റ് 2 ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. അത് രണ്ടും ഒരുമിച്ച് നോക്കാനുള്ളതാണ്. റീസെൻ്റ്ലി ഇനോഗ്രേറ്റഡ് സെൻട്രൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് യോഗ ആൻഡ് നാച്ചുറോപ്പതി എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? ക്രൈൻ എന്ന് പറയുന്നത് സെൻട്രൽ റിസർച്ച് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ യോഗ, അതേപോലെ തന്നെ നാച്ചുറോപ്പതി എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നാച്ചുറോപ്പതി നിസർഗ് ഗ്രാം എവിടെയാണെന്നുള്ളതാണ്. രണ്ടും റീസെൻ്റ്ലി ഇനോഗ്രേറ്റഡ് ആണ്. ക്രൈൻ അതായത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് യോഗ ആൻഡ് നാച്ചുറോപ്പതി വരുന്നത് ഹരിയാനയിലാണ്, ഹരിയാനയിലാണ് വരുന്നത്. ആൻഡ് ഇറ്റ് ഇസ് ബിൽറ്റ് അണ്ടർ ദി ഏജസ് ഓഫ് മിനിസ്ട്രി ഓഫ് ആയുഷ്. ഇതൊരു അപ്പെക്സ് ലെവൽ, ടോപ്പ് ലെവൽ യോഗ ആൻഡ് നാച്ചുറോപ്പതി റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷൻ ഫെസിലിറ്റിയാണ്. സോ റിസർച്ച് മാത്രമല്ല എഡ്യൂക്കേഷൻ ഫെസിലിറ്റിയും കൂടിയാണ് ഒരു ടോപ്പ് ലെവൽ യോഗ ആൻഡ് നാച്ചുറോപ്പതി. രണ്ടും ഉണ്ട്, യോഗയും നാച്ചുറോപ്പതിയും ഉണ്ട്. എന്നാൽ നാച്ചുറോപ്പതിയുടെ ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് മാത്രം വരുന്നത് നിസർഗ് ഗ്രാം എവിടെയാണ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പോകുന്നത്? ദാറ്റ് ഈസ് ഗോയിങ് ടു ബി എസ്റ്റാബ്ലിഷ്ഡ് ഇൻ എസ്റ്റാബ്ലിഷ് ചെയ്തത് പൂനെയിലാണ്. സോ നിസർഗ് ഗ്രാം എന്ന് പറയുന്നത് 250 ബെഡഡ് ഹോസ്പിറ്റലാണ്. സോ അവിടെ ഹോസ്പിറ്റലും ഉണ്ട്, കൂടാതെ മൾട്ടി ഡിസിപ്ലിനറി റിസർച്ച് ആൻഡ് എക്സ്റ്റൻഷൻ സർവീസ് സെൻറ്ററും കൂടിയാണ്. അപ്പം റിസർച്ച് നടക്കുന്നുണ്ട്. എന്തിന് റിസർച്ചാണ്? നാച്ചുറോപ്പതി. പ്ലസ് നാച്ചുറോപ്പതി മെഡിക്കൽ കോളേജും ഉണ്ട് ഫോർ അണ്ടർ ഗ്രാജുവേറ്റ്, പോസ്റ്റ് ഗ്രാജുവേറ്റ്, അതേപോലെ തന്നെ പാരാമെഡിക്കൽ കോഴ്സസ്. സോ ഹോസ്പിറ്റൽ പ്ലസ് റിസർച്ച് പ്ലസ് എഡ്യൂക്കേഷൻ സർവീസസ് കൂടി പ്രൊവൈഡ് ചെയ്യുന്നു. എല്ലാ തരത്തിലുള്ള എക്സ്റ്റൻഷൻ സർവീസും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. UGയും PGയും പാരാമെഡിക്കൽ കോഴ്സസും എല്ലാം അവൈലബിൾ ആയിട്ടുള്ളതാണ് നിസർഗ് ഗ്രാം എന്ന് പറയുന്നത്. ആൻഡ് ദാറ്റ് ഈസ് ഇൻ പൂനെ. ക്രൈ ചെയ്യുന്നത് എവിടെയാണ്? ദാറ്റ് ഈസ് ഇൻ ഝാജർ. ഓക്കെ, സോ ഇതാണ് നമ്മുടെ 10 ക്വസ്റ്റ്യൻസ്. വീണ്ടും ഇതുപോലെ ഒരു 10 സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസുമായിട്ട് നമ്മൾ വീണ്ടും കാണുന്നതായിരിക്കും.